2035 കൊച്ചി എങ്ങനെയായിരിക്കണമെന്ന ചർച്ചകൾ സജീവമാക്കി ബജറ്റ് രൂപം കൊണ്ടിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 50 ലക്ഷം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കായിക പരിപാടികൾ, സാംസ്കാരിക ഉത്സവങ്ങൾ, വിദഗ്ധ ഉച്ചകോടികൾ തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപ ഇതിനായി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിശാല കൊച്ചി അറ്റ് 2035 എന്ന പേരിൽ വിപുലമായ സെമിനാറുകളും സംഘടിപ്പിക്കും. GCD at 50 സുവർണ വർഷങ്ങൾ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടായിരിക്കും സെമിനാർ പരമ്പര. ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നീ ഇനങ്ങളിൽ GCDA ചെയർമാൻ കപ്പ് നടത്താൻ 20 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. ഇൻഫോ പാർക്ക് 3ാം ഘട്ട വികസനമാണ് ബജറ്റിലെ മറ്റൊരു പ്രധാന പ്രഖ്യാപനം. 150 ലക്ഷം ചതുരശ്ര അടി IT സ്പേസ് ആണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. 150 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. പരിപാടിക്ക് കൊടുത്ത ടീമിൻ്റെ നടപടികൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എഴുതി കൈ കൊടുക്കുന്നതാണ്. അതവർ പാലിച്ചില്ല. അപ്പോൾ ഉത്തരവാദിത്തം അവർക്ക് പോകും. ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ കുറ്റം എന്താണെന്ന് പരിശോധിക്കാൻ ഒരു ആഭ്യന്തര ഇൻവെസ്റ്റിഗേഷൻ വെച്ചിരുന്നു. ആ കണ്ടെത്തൽ അവർ നടത്തിയത് നമ്മുടെ ജീവനക്കാർക്ക് നേരിട്ട് അതിനകത്ത് ഒരു പങ്കുമില്ല, അവരുടെ കുറ്റം പറയാനാവില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ സമയം തന്നെ സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷേ തുടർ നടപടികളെ സംബന്ധിച്ച് അന്തിമമാക്കിയിട്ടില്ല. കാരണം ഇല്ലെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു പോയിൻ്റ് അതിനകത്ത് ആഭ്യന്തരമായി ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആവശ്യമാണെങ്കിൽ അത് ബന്ധപ്പെട്ട ജീവനക്കാരെ താക്കീത് ചെയ്യുന്ന ഒരു കാര്യമായിട്ടത് മാറ്റി തീർക്കുന്നതാണ് ചർച്ച ചെയ്യുന്നത്. അത് അന്തിമമായിട്ടില്ല. അതുകൂടി നിങ്ങളെ അറിയിക്കുക. തൃപ്പൂണിത്തുറ ബസ് ടെർമിനൽ, ചെല്ലാനം ബസ് ടെർമിനൽ എന്നീ 2 പദ്ധതികൾ കൂടി ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. അമൃത ന്യൂസ്, കൊച്ചി.